25 ഗ്രാം തുരിശ്, 25 ഗ്രാം ശർക്കര, ഈസ്റ്റ് വേണം, കാബേജ് ലീഫ് വേണം, 1/2 കിലോ ഗോതമ്പ് പൊടി. ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് കണി വെക്കാം. ഏറ്റവും നല്ല സമയം വൈകിട്ടാണ്. വൈകിട്ട് നമുക്ക് വെച്ചിട്ട് രാത്രി ആകുമ്പോഴാണ് കൂടുതൽ അട്രാക്ട് ചെയ്ത് വരുന്നത്. പക്ഷേ തണുപ്പായതുകൊണ്ട് കുഴപ്പമില്ല, പകൽ വരാൻ സാധ്യതയുള്ളൂ. കാരണം ഇവിടെ തണുള്ള സ്ഥലമാണ്, കുഴപ്പമില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഈ ക്യാബേജ് ലീഫ് തെങ്ങിന്റെ മാറി ഇതിനകത്ത് തുരിശി ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കാവേ. തുരിശി ചേർക്കാതെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊന്നു കളഞ്ഞാൽ മതി. ഇത്ര നേരം ഒരു ഇതിൽ മൂടിയിട്ടാ മതി. എങ്ങനെ ഇതിലെന്തെങ്കിലും ഒരു പഴുതാലും ഇത് ചെറിയൊരു അടികളെ മണം ഗന്ധം പപ്പായയുടെ ഇതിന്റെ ഗന്ധം കൊണ്ടാണ് ഈ കാബേജ് ലീഫിൽ അതിന്റെ അത് ശക്തി അട്രാക്ട് ചെയ്തത്. തുരിശി ചേർത്തിരിക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് തന്നെ ചത്തുപോകും. ഈ തുരിശില്ലെങ്കിലത്തെ കറിയാണ്. പിന്നെ നമ്മൾ ഈ ട്രാപ്പിൽ വരുന്നതിനെ കൊല്ലാൻ ഉപ്പ് ഉപയോഗിക്കണം. ഈ പറമ്പിന്റെ പല ഭാഗത്ത് വെച്ചാൽ മതി. അതെയോ ഒരു ശരിക്കും ഒരു 10 രൂപ സെന്റ് സ്ഥലത്തേക്ക് ഒരെണ്ണം മതി. ഒരു 10-15 സെന്റിലേക്ക് ഒരെണ്ണം മതി. ഇതിന്റെ അട്രാക്ട് ചെയ്തു മണം കൊണ്ട്. അതെ സാറെന്ന് പറഞ്ഞാൽ ജാതി അവിടെ ഒന്നും പറയില്ല. അവരെ അവിടെ വെക്കണം. എത്ര അടുത്ത് വെക്കേണ്ടി വരും? അവിടെ വന്നു അല്ലേ? അവിടെ ഒരു 3-4 വെക്കേണ്ടി വരും പല സ്ഥലത്താണ്. പക്ഷെ അവിടെ ഭയങ്കര ക്വാണ്ടിറ്റിയാണ്. അതുപോലെ തന്നെ എൻ്റെ അടുത്തും ഉണ്ട്. ഇതിപ്പോ നമ്മൾ ഇതൊക്കെ അട്രാക്ട് ചെയ്യുന്നത് ശരിക്കും നമുക്ക് കാണത്തില്ല. ഇപ്പൊ ഒന്നിനും കാണത്തില്ല. എല്ലാം അതിലേക്ക് ഇരുന്നു. ഇതിനൊക്കെ കുറെ ഇത് വരും. ശരിക്കും ഇത് വൈകുന്നേരം വെക്കേണ്ടത്. വെച്ചിട്ടാണ് ഒരു ട്രാപ്പ് വെച്ച് കഴിഞ്ഞിട്ട് എത്ര ദിവസത്തിന് എഫക്റ്റീവ് ആയിരിക്കും സാധനം? ഇത് നാളെ എടുത്ത് അല്ല ഇതിൽ വന്ന് ഇപ്പൊ ഈ ട്രാപ്പിൽ വന്ന് കയറുന്നത് നമ്മൾ തുരിശൂടെ ചേർത്തിരിക്കുന്ന കാരണം ഒച്ച ചാവും. പിന്നെ നമ്മൾ കുഴിയെടുത്ത് അല്ലെങ്കിൽ വലിയ മണവും വരും. ഈ ചത്ത് കിടക്കുന്നിടത്തേക്ക് പിന്നെ വരും. അതിന്റെ ഗന്ധം വരും. പിന്നെ അങ്ങോട്ടേക്ക് ഒരു ട്രാപ്പ് ഒരു തവണ ഈ അച്ഛൻ്റെ കോഴിക്ക് അതുകൊണ്ടാണ് ഇത് വെച്ചത്. മറ്റേ നമ്മൾ ശരിക്കും മറ്റേ അതില്ലേ മറ്റേ ആ കെമിക്കല് ഒന്നിറക്കിയാണ് അത് വെച്ച. പക്ഷേ അതുകൊണ്ട് ബാക്കി എല്ലാത്തിനും ഹാനികരാണ്. അത് നമ്മുടെ സ്വാഭാവിക ഒച്ചിനെ കൊന്നുകളയും. കോഴി ഉണ്ടെങ്കിൽ അതിനകത്ത് പോവും. അതുകൊണ്ടാണ് നമ്മൾ അതത്ര വെപ്പിക്കാത്തത്. നമുക്ക് ആവശ്യമുള്ള ജീവികളെ അതെ 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 അതെ. ഈ അച്ഛൻ്റെ പുറന്തോടല്ലേ ശംഖ് പോലത്തെ അത് അവിടെ അത് കാൽസ്യം ഡെപ്പോസിറ്റ് തന്നെയാണത്. അതിനകത്ത് സ്രവമാണ്. ഇതിന്റെ സ്രവം ഉണ്ടല്ലോ, ആ സ്രവമാണ് അപകടകാരി. മറ്റേന്ന് പറഞ്ഞാൽ കാൽസ്യം തന്നെ. നമ്മുടെ ശംഖും എല്ലാം പറഞ്ഞ കാൽസ്യം ഡെപ്പോസിറ്റ്. കാൽസ്യം കൊണ്ട് ഫോം ചെയ്ത് കാൽസ്യം അതിങ്ങനെ പന്തി കിടന്നു കഴിഞ്ഞാലേ കാൽസ്യത്തിന് ഒരു കുഴപ്പമില്ല. അതിനകത്ത് അതിന്റെ ജൈവാംശം പറ്റിയാൽ മാത്രമേ കുഴപ്പമുള്ളൂ.
അല്ലെങ്കിൽ അതിനോട് ചേർന്ന് ഈ തൊണ്ടിനോട് ചേർന്ന് കുറച്ച് മാംസഭാവം കൂടി വെച്ച് പിടിച്ചിരിക്കുന്നു. അത് മാത്രമേ ആവുള്ളൂ. ചത്ത് കിടന്നാൽ കുഴപ്പമില്ല. ആ ചത്ത് കിടന്നോ ഷെല്ല് ഉൾപ്പെടില്ല ആവുന്നത്. നമ്മൾ ഈ ഇതിങ്ങനെ വന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കൂടിയിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ചത്തു പോകും. അത് പിന്നെ അതിനെ നമ്മൾ കുഴിച്ചിടും. അത് കുഴിച്ചിടും. അതെ, എല്ലാം എടുത്ത് കുഴിച്ചിടും. വേണം. നമ്മളെ കൈകൊണ്ട് എടുക്കരുത്. തവി എടുത്തിട്ട് കോരി ഒരു സ്ഥലത്തേക്ക് കുഴിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഭയങ്കര മണാ. അരിഞ്ഞു പോകും. ഭയങ്കര ഇതെല്ലാം കൂട്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ ഒരു 10 സാധനം ശരിയോ കേസിന് മണം വരുന്നില്ല. പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ മണം അറിയാം. ആ വീട്ടിൽ അവിടെ ഇട്ടില്ലേ ഞങ്ങളുടെ ഒരാൾ വരുമ്പോൾ മണം ഒരു സാഹചര്യം ഉണ്ടാവും.